നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വോൾവോ ഐഷറിന്റെ 3009H എന്ന് പറഞ്ഞൊരു വാഹനമാണ്. നമ്മളിതിപ്പോൾ തമിഴ്നാട്ടിലെ ഈ റോഡ് സ്ഥിതി ചെയ്യുന്നൊരു സൺ കോച്ചിലാണ് ഈ ബോഡി നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ 34 സീറ്റ് ഇട്ടിട്ട് പുഷ് ബാക്കോട് കൂടിയാണ് വാഹനം വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ ആണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു പുതിയൊരു മോഡൽ നമുക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് തന്നൊരു ഫ്രണ്ടേജ് ആണ്. നമുക്ക് വലിയൊരു വിൻഷീൽഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ട്രാവൽസിൻ്റെ പേരും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ലുക്ക് ഉണ്ടാവും വണ്ടി കാണാനായിട്ട്. പിന്നെ അതിൻ്റെ ഹെഡ് വശം നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു എയർ വെന്റിലേഷൻ മോഡൽ ഡിസൈനിലാണ് അവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ കാണുന്ന ഒരു ഗ്രില്ല് നമുക്ക് ന്യൂമാറ്റിക് ആയിട്ട്, അതായത് എയർ ജാക്കിയുമ്പോൾ തന്നെ നമുക്ക് പൊക്കാനായിട്ടുള്ള ഒരു പോർഷനാണ്. നമുക്ക് അടയ്ക്കാനും തുറക്കാനും ഉള്ളിൽ നിന്ന് തന്നെ പറ്റും. പിന്നെ ഹെഡ്ലൈറ്റ് ഒരു പുതിയ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് DRLോട് കൂടെ ചെയ്തിട്ടുണ്ട്. ഡിമും ബ്രൈറ്റിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നടുഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഹണികോംബ് ഗ്രില്ലും ഐഷറിൻ്റെ ഒരു ലോഗോയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഒരു ഫോഗ് ലാമ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്ര കാരണമാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന വൈപ്പർ ബ്ലേഡ് ബട്ടർഫ്ലൈസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വോൾവോ ടൈപ്പ് ബ്ലേഡ് എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അതുപോലത്തെ ഒരു വൈപ്പേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഇതിൻ്റെ മോഡൽ നെയിം പറഞ്ഞിരുന്നു. വോൾവോ ഐഷറിന് ബ്രാൻഡിൽ തന്നെ 3009H എന്ന് പറഞ്ഞൊരു മോഡലാണ് ഇതിൽ വരുന്നത്. അതായത് നമുക്കിപ്പോൾ ഈ വാഹനം ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത് 34 സീറ്റിലാണ് ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത്. 34 സീറ്റ് കിട്ടാനുള്ളൊരു കാരണം ഇത് കർണാടക സിംഗിൾ ടാക്സ് ആണെന്നുള്ളൊരു അഡ്വാൻറ്റേജ് കൂടെ ഈ വണ്ടിക്ക് പറയുന്നുണ്ട്. നമ്മളിതിൻ്റെ എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിൽ 4 സിലിണ്ടർ E494 എന്നാണ് ഫുൾ നെയിം. 94 എന്ന് പറയുമ്പോൾ ഐഷർ 4 സിലിണ്ടർ 940 cc പെർ സിലിണ്ടർ എന്നാണ് വരിക. അപ്പോൾ ഒരു 3.8 ലിറ്റർ എഞ്ചിനാണ് നമുക്ക് ഇതിൽ വന്നിരിക്കുന്നത്. 160 HP ആണ് എഞ്ചിൻ പവർ വരുന്നത്. അപ്പോൾ 160 HP കൂടെ ഒരു 500 എണ്ണം ടോർക്കും ഈ വണ്ടി എഞ്ചിൻ ഡെലിവറി ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻബിൽട്ട് ആയിട്ട് AC കംപ്രസറോട് കൂടിയാണ് ഈ വാഹനം നമുക്ക് ഷാസി നമ്മൾ തരുന്നത്. ഇപ്പോൾ കംപ്രസർ ഇല്ലാതെയും വണ്ടി വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ടൂറിസ്റ്റ് ബസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ 24 വോൾട്ട് AC കംപ്രസറോട് കൂടി എടുക്കുകയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ഓൾട്ടർനേറ്റർ ആയാലും ബാറ്ററിയുടെ ഭാഗമായാലും എല്ലാതും നമുക്ക് പിന്നീട് അത് മോഡിഫൈ ചെയ്യേണ്ടി വരില്ല AC ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇൻബിൽട്ട് AC കംപ്രസർ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ACയുടെ യൂണിറ്റ് മാത്രമാണ് ഔട്ട്സൈഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. പിന്നെ നമുക്ക് ഇതിൽ എഞ്ചിൻ വാറണ്ടി കമ്പനി പറയണത് 4 കൊല്ലാണ് എഞ്ചിനും ഗിയർ ബോക്സിനും കമ്പനി പറയണത്. അത് അൺലിമിറ്റഡ് കിലോമീറ്റർ ആണ്. പിന്നെ അതിന് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. നമുക്കിപ്പോൾ റബ്ബർ പാർട്സുകളായാലും അതിലൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുന്നുണ്ട്. പിന്നെ ഹൗസിംഗ് പ്രൊപ്പലർ ഷാഫ്റ്റ് 2 വർഷമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ടയർ ഭാഗം പറയുകയാണെങ്കിൽ നമുക്ക് ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് 7 വന്നിരിക്കുന്നത്. 235, 75, 17.5 ആണ് ടയർ സൈസ് വരുന്നത്. അത് ട്യൂബ്ലെസ് ടയറിലാണ് വണ്ടി വരുന്നത്. ഇപ്പൊ നമുക്ക് ഇതിലേക്ക് എടുക്കുന്ന ടയർ JK ടയറാണ്. നമുക്ക് അപ്പോളയിലും JKയിലും ഷാസി വരുന്നുണ്ട്. 2 വേരിയന്റിൽ വണ്ടി വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഡീസൽ ടാങ്ക് വലതുവശത്താണ് വന്നിരിക്കുന്നത്. നമുക്ക് പുതിയ ഐഷറുകൾ ഇടതുവശത്തും വരുന്നുണ്ട്. ഈ വണ്ടിക്ക് വലതുവശത്താണ് ഡീസൽ ടാങ്ക് വന്നിരിക്കുന്നത്. 100 ലിറ്റർ ഡീസൽ ടാങ്കാണ് 3009 എന്ന് പറഞ്ഞ ഈ മോഡലിൽ വന്നിരിക്കുന്നത്. ഇതിന്റെ ഈ ഒരു പോർഷനിൽ നോക്കുകയാണെങ്കിൽ സൺകോച്ച് ഈ ഏരിയയിൽ ഒരു ഡിക്കി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ലഗേജുകൾ എന്തെങ്കിലും വെക്കാനായിട്ട് നല്ലൊരു സ്പേസ് അതിൽ വന്നിട്ടുണ്ട്. അതിൽ ഡിക്കി വിത്ത് ജാക്കോട് കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുറക്കാൻ അടയ്ക്കാൻ ഈസിയാണ്. പിന്നെ എൻ്റെ ആഡ് ബ്ലൂ ടാങ്ക് വലതുവശത്ത് തന്നെയാണ്. ആഡ് ബ്ലൂ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 27 ലിറ്ററാണ് ആഡ് ബ്ലൂ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും റീഫിൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് കമ്പനി പറയുന്ന ഒരു കൺസപ്ഷൻ എന്ന് പറയുന്നത് 100 ലിറ്റർ ഡീസലിന് 3 ലിറ്റർ ആഡ് ബ്ലൂ വരെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഫുൾ ടാങ്കിന് ഏകദേശം ഇത് 100 ലിറ്റർ ടാങ്ക് ആയതുകൊണ്ട് ഒരു ഫുൾ ടാങ്കിന് 3 ലിറ്റർ ആഡ് ബ്ലൂ ആണ് ഇതിന്റെ കൺസപ്ഷൻ വരുന്നത് ഏകദേശം. പിന്നെ ഇതിന്റെ സസ്പെൻഷൻ ഭാഗം പറയുകയാണെങ്കിൽ പാരബോളിക് സസ്പെൻഷൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പാരബോളിക് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു 4 ലീഫാണ് കമ്പനിയിൽ കൊടുത്തിരിക്കുന്നത്. 4 to 5 എണ്ണം ഉണ്ട്. 4 എണ്ണമാണ് വന്നിരുന്നത്. 5 ലീഫായിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പുറകിലേക്ക് വരാണെങ്കിൽ ഈ ഒരു ഭാഗത്തും ഒരു ഡിക്കി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവര്. ഇവിടെ നമുക്ക് അത്യാവശ്യം ലഗേജ് വെക്കാനായിട്ടുള്ള ഒരു പോർഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് എമർജൻസി എക്സിറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ഏറെ പ്രകാരം എമർജൻസി എക്സിറ്റ് കമ്പൽസറി ആയിട്ട് വരുന്നുണ്ട്. ഈ 2 സ്റ്റെപ്പ് ഇതിലേക്ക് കയറാൻ ഇറങ്ങാനായിട്ടാണ്. നമുക്ക് ഈ വാഹനത്തിന്റെ പുറകുവശം നോക്കുകയാണെങ്കിൽ ഒരു ഐഷറിന്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഒപ്പം സൺ ബോഡിയുടെ ഒരു ബാഡ്ജിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഏകദേശം പുറകിലെ ഡിസൈൻ ഈ ലൈറ്റൊക്കെ ടൈൽ ലൈറ്റൊക്കെ ഏകദേശം ഒരു പഴയ മോഡൽ വോൾവോയുടെ ടൈൽ ലൈറ്റ് ആണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒപ്പം ഇവിടെയും ഒരു ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഈ കറുത്ത ഭാഗം കാണുന്നത് റിവേഴ്സ് സെൻസർ ആണ്. ഇത് നമ്മൾ ഷാസി ഡെലിവറി ചെയ്യുമ്പോൾ ഒപ്പം തന്നെ ഈ സെൻസറുകളും നമ്മളൊപ്പം കൊടുത്തു വിടുന്നുണ്ട്. നമ്മളിപ്പോൾ ഡ്രൈവർ സീറ്റ് ഇരിക്കുന്ന സമയത്ത് റിവേഴ്സ് ഗിയർ ഇടുന്ന സമയത്തും പുറകിൽ ആരെങ്കിലും പാസ് ചെയ്യുകയാണെങ്കിൽ ഉള്ളിൽ അലാം അടിക്കുന്ന സിസ്റ്റമാണ് ഈ സെൻസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കിതിന്റെ ഡിക്കി സ്പേസ് ഒന്ന് നോക്കാം. ഡിക്കി വരുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ഷാസി ഇപ്പോൾ വാഹനത്തിന്റെ ഉള്ളിൽ തന്നെ വേണം. നമുക്ക് കട്ട് ചെയ്യാനോ അതുപോലെ ഷാസി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല.
അതുകൊണ്ട് തന്നെയാണ് ഷാസി ഇവിടെ നിൽക്കുന്നത്. അത് കൂടാതെ തന്നെ അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഒപ്പം ഒരു ലാഡർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്ലാസ് വാഷ് ചെയ്യാനൊക്കെ ആയിട്ട് ലാഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ജാക്കിയാണ്. ഇത് വാഹനം വരുമ്പോൾ ഇരിക്കുന്ന സെയിം പൊസിഷനിൽ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ അഴിച്ച് മാറ്റി വെക്കണമെങ്കിൽ നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഇതാണ് ഇതിന്റെ പുറകുവശത്ത് ഒരു വിശേഷമായിട്ട് വരുന്നത്. ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ഈ ഡോറിന്റെ ഒരു പോർഷൻ കഴിഞ്ഞാൽ ഉടനെ സൺ ബോഡിയുടെ ഒരു ബാഡ്ജിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ റോഡാണ്, തമിഴ്നാടുള്ള ഈ റോഡാണ് സൺ ബോഡി കോച്ച് വരുന്നത്. ഒരു 24 സീറ്റ്, 19 സീറ്റ്, 30 സീറ്റ് എല്ലാ വേരിയന്റ് വണ്ടികൾ ചെയ്യുന്നുണ്ട്. അവരെ കോൺടാക്ട് നമ്പറിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു വശം നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് ഒരു 3 ഡിക്കി സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫസ്റ്റ് കാണുന്ന ഭാഗം ബാറ്ററി ബോക്സ് ആണ്. ഇത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഫുൾ കവേർഡ് ആയിട്ടാണ് ബാറ്ററി ബോക്സ് ഇരിക്കുന്നത്. നമുക്ക് ചെളി കാര്യങ്ങളൊന്നും ഉള്ളിലേക്ക് കിടക്കില്ല. ഇത് 24 വോൾട്ട് ആയതുകൊണ്ടാണ് 2 ബാറ്ററി വരുന്നത്. 130 AHന്റെ 2 ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഒപ്പം ഒരു ടൈമറും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 20 മിനിറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് പവർ കട്ട് ഓഫ് ആവും. ഇപ്പോൾ ഈ ഡ്രൈവർ നമുക്ക് ബാറ്ററിയുടെ സ്വിച്ച് ഓഫ് ചെയ്യാനൊക്കെ എന്തെങ്കിലും മറന്നുപോയി ഉള്ളിൽ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈമർ ഉള്ളതുകൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ബാറ്ററി കട്ട് ഓഫ് ആവും. പിന്നെ പുറത്തുള്ള ഒരു ഡിക്കി വരുന്ന സ്പെയർ വീലിന്റെ ആണ്. ഇപ്പൊ ഇത് നമ്മൾ തുറക്കുകയാണെങ്കിൽ തന്നെ ഒരു സ്പെയർ വീലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ നോർമലി കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണ ഗ്രില്ലുള്ള ടൈപ്പ് ഡിക്കി സ്പേസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ സ്റ്റെപ്പിന് വെക്കുന്ന പോർഷൻ എല്ലാവരും ഒരു ഗ്രില്ല് പോലെ ഇട്ടിട്ട് ടയറിങ്ങനെ തള്ളി കയറ്റി വെക്കുന്ന സിസ്റ്റമാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് ഈ സ്പെയർ വീല് ഒരെണ്ണം കൂടി നമുക്ക് ഈ സൈഡ് വെക്കാം. അത് കൂടാതെ സാധനങ്ങൾ വെക്കാനുള്ള ഒരു സ്പേസ് കൂടെ അവർ ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത്. ടയർ അഴുക്കൊന്നും ഇല്ല. പുറത്തുനിന്നുള്ള ചെളി കാര്യങ്ങളൊന്നും കയറാത്ത ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും പുറകിലുള്ള ഡിക്കി കൂടെ ഒന്ന് നോക്കാം. ഇത് പൂർണ്ണമായിട്ടും ലഗേജ് വെക്കാൻ മാത്രമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പോർഷനാണ്. ഇതിലും നമുക്ക് നല്ല രീതിയിൽ ലഗേജ് വെക്കാനുള്ള ഒരു പോർഷൻ കൂടിയാണ്. നമുക്കിത് പുറകിലേക്കുള്ള ഡിക്കിയായിട്ട് കണക്റ്റഡ് ആണ്. എന്നാലും നമുക്ക് സുഖമായിട്ട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ നല്ല എളുപ്പമാണ്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് വാഹനത്തിന്റെ ഇടതുവശത്ത്. നമ്മൾ ഈ സീറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ബ്രാൻഡ് SK എന്നുള്ള ബ്രാൻഡാണ് ഈ കമ്പനി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് തന്നെയാണ്. ഇപ്പൊ ക്ലോത്തിന്റെ കളർ ബ്ലൂ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് ഡിഫറെന്റ് കളർ വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പൊ സീറ്റുകളെല്ലാം പുഷ് ബാക്സ് ആണ്. നമ്മളൊന്ന് ഇരുന്ന് കാണിച്ചു തരാം. അപ്പോൾ നോർമലി നമ്മൾ പുഷ് ബാക്ക് ചെയ്യാതെ തന്നെ നമുക്ക് അത്യാവശ്യം ചാരോട് കൂടി ഇരിക്കാൻ പറ്റാവുന്ന ഒരു സീറ്റാണ്. 2 ഭാഗത്തും ആംറസ്റ്റ് വരുന്നുണ്ട്. ഇടതുവശത്തും വരുന്നുണ്ട്, വലതുവശത്തും വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പുഷ് ബാക്ക് ചെയ്യണമെങ്കിൽ ലിവർ ഈ ഒരു ഭാഗത്താണ് ലിവർ കൊടുത്തിരിക്കണേ. നമുക്ക് ആ ലിവർ ഒന്ന് അപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മള് ഈ 2 സീറ്റ് മുൻപിലുള്ള 2 സീറ്റുകളും പുഷ് ബാക്ക് ചെയ്തിട്ടില്ല. നമുക്കപ്പോൾ ഇതിന്റെ ലെഗ് റൂം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലെഗ് റൂം ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതിലൊരു വേറൊരു സവിശേഷത എന്ന് പറയുന്നത് നമുക്ക് ഈ വണ്ടി 4320 mm ആണ് വീൽ ബേസ് വരുന്നത്. 4320 mm വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ക്യാബിനായാലും സീറ്റിന്റെ ഗ്യാപ്പായാലും പുറകിലെ ഡിക്കി സ്പേസ് ആയാലും നമുക്ക് കുറച്ചധികം ഇതിൽ കിട്ടും. നമുക്ക് ഈ നമ്മുടെ സെയിം മാർക്കറ്റിൽ തന്നെ 4200 mm വീൽ ബേസിലുള്ള വാഹനങ്ങളാണ് നിലവിലുള്ളത്. ഇപ്പോഴത്തെ മാർക്കറ്റിൽ 4320 mm വീൽ ബേസിൽ ഇറങ്ങുന്ന ഒരേ ഒരു വാഹനം നമ്മുടെ ഐഷറിന്റെ പ്രോ 3009H എന്ന് പറഞ്ഞ വാഹനമാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്ര ലെഗ് സ്പേസ് കിട്ടുന്നത്. ഈ സീറ്റ് നോർമൽ വേറെ ബ്രാൻഡുകൾ വരുമ്പോൾ ഇത്രയും ചാരം ഉണ്ടാവില്ല. നമുക്ക് ഇത്ര ചാരോട് കൂടെ വന്നിട്ടും ഇത്രയും ലെഗ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം ഹൈറ്റുള്ള വ്യക്തി ഇരിക്കുകയാണെങ്കിൽ നമുക്ക് മുന്നിലുള്ള സീറ്റില് മുട്ടിടിക്കാത്തൊരു സൗകര്യത്തോടു കൂടി തന്നെയാണ് സീറ്റിന്റെ പൊസിഷൻ. ഇതാണ് നമ്മുടെ വണ്ടിയുടെ സ്റ്റിയറിംഗ് കോളം വരുന്നത്. നമുക്കിത് ടിൽറ്റ് ടെലിസ്കോപ്പിക് ആയിട്ട് വരുന്ന ഒരു സ്റ്റിയറിംഗ് സിസ്റ്റമാണ് ഇതിൽ വരുന്നത്. ഒപ്പം തന്നെ ഇത് വോൾവോയുടെ സേഫ്റ്റി ഫീച്ചറായ കൊളാപ്സിബിൾ സിസ്റ്റം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കൊളാപ്സിബിൾ മീൻസ് നമ്മൾ പറയുന്നത് ഇപ്പോൾ ഫ്രണ്ടിന് എന്തെങ്കിലും ഇമ്പാക്ട് വരാണെങ്കിൽ സ്റ്റിയറിംഗിന്റെ കോളം മുമ്പോട്ട് മടങ്ങുന്ന ഒരു സിസ്റ്റം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എഞ്ചിൻ ബ്രേക്ക് വരുന്നുണ്ട്. അത് ഈ ലിവറിൽ തന്നെയാണ് എഞ്ചിൻ ബ്രേക്ക് വരുന്നത്. ഒപ്പം തന്നെ ഹസാർഡ് ലാമ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. പിന്നെ ഇതിൽ നമ്മൾ ക്രൂയിസ് കൺട്രോളും കൂടെ ആവശ്യം കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോ ഒരു 35 കിലോമീറ്റർ മേലെ നമ്മൾ ഓടിക്കുന്ന ഒരു സ്പീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ റൈറ്റ് സൈഡിൽ ലിവറിൽ സെറ്റ് ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്രൂയിസ് കൺട്രോളിൽ വണ്ടി ഓടിക്കാവുന്നതാണ്. പിന്നെ ഇതിന്റെ ഗിയർ ബോക്സ് കൊടുത്തിരിക്കുന്നത് ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഓവർഡ്രൈവ് ഗിയർ ബോക്സ് കൊണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 6 ഫോർവേഡും ഒരു റിവേഴ്സ് ആണ് ഐഷറിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ക്ലച്ച് വരുന്നത് എയർ ക്ലച്ച് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ട്രാഫിക്കിലൊക്കെ ഈസി ആയിട്ട് വണ്ടി മൂവ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സിസ്റ്റം കൂടിയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഡാഷ്ബോർഡ് സിസ്റ്റം ഫുള്ളായിട്ട് ഐഷർ തന്നെയാണ്. നമ്മൾ ഐഷറിന്റെ ഫുള്ളി ബിൽറ്റ് സിസ്റ്റമിൽ വരുന്ന ഒരു ഡാഷ്ബോർഡ് അങ്ങനെ തന്നെയാണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു പോർഷൻ നോക്കുകയാണെങ്കിൽ ഇത് AC യുടെ സ്വിച്ചസ് ആണ് വരുന്നത്. GATAC ആണ് AC യൂസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ഇത് ഡോർ ഓപ്പണിംഗ് സ്വിച്ചസ് ആണ് കൊടുത്തേക്കുന്നത്. ഇപ്പൊ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഡോർ ഓപ്പൺ ആവും. പിന്നെ തൊട്ടപ്പുറത്ത് നമുക്കൊരു 3 സ്വിച്ചുകൾ കാണാം.
അത് കൊടുത്തിരിക്കുന്നത് വൈപ്പർ ഹെഡ്ലൈറ്റ് അതിന്റെ സ്വിച്ചസ് ആണ്